ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ആമി ആയിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടുതലായിട്ടും ആമിയുടെ കാര്യങ്ങളായിരിക്കും കേട്ടോ. വെക്കേഷൻ സമയത്ത് എങ്ങനെയാണ് മക്കളോടൊപ്പം കൂടുതൽ ടൈം പ്രൊഡക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ ഗാർഡനിലേക്കൊന്ന് വന്നിട്ടുണ്ട്, നമ്മുടെ ബാൽക്കണിയിലെ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ആമി ഉറക്കം എഴുന്നേറ്റിട്ട് പല്ലൊക്കെ തേക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സാധാരണ എപ്പോഴും അവളാണ് വെള്ളം ഒഴിക്കാറുള്ളത്. ഇന്നിപ്പോൾ അവൾ ലേറ്റായിപ്പോയി എഴുന്നേറ്റപ്പോൾ. അതുകൊണ്ട് പിന്നെ അവളോട് ഞാൻ ഫ്രഷപ്പ് ആവാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവൾ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഞാൻ വന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമ്മുടെ ചീര ഇങ്ങനെ ഇതായിട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഒന്ന് വലുതായപ്പോഴത്തേക്കും ഞാനതൊന്ന് പൊട്ടിച്ചെടുത്തു. നമുക്കിന്ന് തോരൻ വയ്ക്കാം ഇതും കൂടി ചേർത്തിട്ട്. പിന്നെ ഇത് കണ്ടോ, ഇതാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ മത്തൻ മേടിച്ചായിരുന്നല്ലോ, അന്ന് എന്താണ് വിഷുവിൻ്റെ സമയത്ത് മേടിച്ചിട്ടുള്ള വലിയ മത്തനില്ലേ, അതിൻ്റെ ഈ സീഡെല്ലാം ഞാൻ എടുത്ത് ഇങ്ങനെ പ്രത്യേകമായിട്ട് എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ വെയിൽ കാരണം കൊണ്ട് നല്ല പോലെ തന്നെ ഒരു 2 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടി. ഞാനിത് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി സ്റ്റോർ ചെയ്ത് വെച്ചേക്കാൻ പോവുകയാണ്. നമ്മൾ ഷേക്കൊക്കെ അടിക്കുമ്പോഴത്തേക്കും അതിലിട്ട് അടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് പംകിൻ സീഡ് മേടിക്കാൻ കിട്ടുമല്ലോ. വലിയ മത്തനായ കാരണം കൊണ്ട് ഞാൻ കരുതി ഇതുപോലൊന്ന് ഉണക്കിയെടുക്കാമെന്ന്. പിന്നെ ഇതിനിടയിൽ തന്നെ ആമി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ അവളെ ഞാനൊന്ന് ഫ്രഷാക്കി നന്നായിട്ട് തലയൊക്കെ ഒന്ന് കെട്ടി വെച്ച് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തു, നമ്മുടെ ഈ ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടല്ലോ, ഈ ഒരു ഷൂ റാക്കില്ലേ, ഇതിലാണെങ്കിൽ വിരിച്ചിരിക്കുന്ന ടവൽ കുറേ ആയി ഞാൻ മാറ്റണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പൊടി അഴുക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ മേലെ ഇരിക്കുന്ന ഒരു ബുദ്ധയും എല്ലാം ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തു. പിന്നെ ഈ ഒരു ബ്ലൂ കളറിലുള്ള ഒരു ചെറിയൊരു കുടം കണ്ടോ, അത് ആമിയുടെ ട്യൂഷൻ മിസ്സ് ഇവിടെ പൊങ്കലായ സമയത്തുണ്ടല്ലോ, ആ ടൈമിൽ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. 1-2 സാധനങ്ങൾ അവൾക്ക് കൊടുത്തായിരുന്നു കേട്ടോ. അത് അവരുടെ എന്തോ ഒരു ആചാരമാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ടായ ഒരു നെക്ലസും ഈ ഒരു കുടമൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഷോ പീസായിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്. പിന്നെ നമ്മുടെ മണി പ്ലാന്റൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ, മണി പ്ലാന്റ് അല്ല ലക്കി ബാമ്പു ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് കഴുകി എടുക്കാമെന്ന് കരുതി. ഇത് ഞാനങ്ങനെ എപ്പോഴും ചെയ്യുന്ന കാര്യമല്ല, മാസത്തിലൊരു തവണയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഡസ്റ്റൊക്കെ ഒന്ന് തുടച്ചെടുത്തു. നന്നായിട്ടൊരു തുണി കൊണ്ട് തുടച്ചെടുത്തിട്ട് ഞാൻ അതിനെ നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തു ആ ഒരു ബോട്ടിലിനകത്ത്. ഞാനിതിൽ മെട്രോ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്, അതായത് കോർപ്പറേഷൻ വാട്ടറാണ് ഞാനിതിൽ ഒഴിച്ച് വെക്കുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നേരെ വന്നിട്ട് ഞാൻ നമ്മുടെ ഡൈനിങ് ടേബിളിൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ, ഇതിൽ ടേബിളിൽ മാറ്റ് വിരിച്ചിട്ടില്ല, ഞാനിത് കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 ദിവസമായി കഴുകി കൊണ്ട് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഇതൊന്ന് വിരിക്കാമെന്ന് കരുതി. അതുകൊണ്ട് കൈയോടെ തന്നെ അവിടെ നിന്ന് നന്നായിട്ട് കോളിൻ യൂസ് ചെയ്തിട്ടൊന്ന് സ്പ്രേയും കൂടി ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതിനിടയിൽ തന്നെ ആമി ഇതേ ഇവിടെ എനിക്ക് അടിച്ച് വാരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ ചെയ്യുന്ന കണ്ടിട്ടാണ് അവളും ചെയ്യുന്നത്. ഞാനൊരിക്കലും മോളെ നിർബന്ധിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. അത് മാത്രമല്ല വീഡിയോയ്ക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഇതൊക്കെ കാണിക്കുന്നത്. ഇവളിങ്ങനെ തന്നെയാണ് വീട്ടിൽ. വെക്കേഷൻ ആകുമ്പോഴത്തേക്കും എന്നെ ഹെൽപ്പ് ചെയ്ത് തരാം അമ്മയെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എല്ലാം ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. വേറെ പുറത്ത് പോയി കളിക്കാനോ വേറെ അവൾക്ക് അങ്ങനെ ഫ്രണ്ട്സോ ഒന്നും ഇല്ല. അപ്പോൾ വീട്ടിനുള്ളിലുള്ള ഒരിത് മാത്രമാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകും, പിന്നെ ട്യൂഷന് പോകും. അപ്പോൾ അവിടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം മാത്രമാണ്. പിന്നെ അവൾ കൂടുതലും കാണുന്നത് എന്നെയാണ്. പ്രത്യേകിച്ച് ഈ വെക്കേഷൻ ടൈമിൽ അവൾ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അവൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഓരോന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് പിടിച്ചിരുത്തി പഠിപ്പിക്കാനോ അല്ലെങ്കിൽ എപ്പോഴും അവരെ ഇങ്ങനെ എല്ലാത്തിനും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കാതെ നമുക്ക് അവർക്കും കൂടി കുറച്ചൊന്ന് ഫ്രീഡം കൊടുക്കാമല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അവരും നമ്മളെപ്പോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉള്ള ആൾക്കാരാണല്ലോ. പ്രായത്തിലൊന്നും ഒരു കാര്യമില്ല, കുട്ടികൾക്കാണെങ്കിലും അവർക്കും ബോറടിക്കും. കുറേ നേരം കഴിയുമ്പോഴത്തേക്കും അവർക്കും നമുക്കാണെങ്കിലും ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നത്തില്ല. അപ്പോൾ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അവൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ കുറേ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ തന്നെ കംപ്ലീറ്റ് ആക്കാനായിട്ട് 1-2 തവണയൊക്കെ അത് എഴുതിയിട്ടുണ്ട്. 15 ടൈംസ് വെച്ച് എഴുതാനൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതും ഇടയ്ക്ക് ഇതുപോലെ എഴുതും. അപ്പോൾ ഡെയിലി 1-2 തവണ അത് എഴുതാനായിട്ട് പറഞ്ഞു. അതിന് ഡെയിലി തന്നെ 3 സബ്ജക്റ്റാണ് കൊടുത്തേക്കുന്നത് കേട്ടോ.
പിന്നെ അതിനിടയിൽ തന്നെ കൊച്ചു കൊച്ചു ജോലികൾ അവൾ തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ ബുക്ക് ഷെൽഫ് മേലെ, അതായത് ഈ ഷൂറാക്കിൻ്റെ മേലെ ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ട് അവൾ എന്നോട് ഇങ്ങോട്ടാണ് പറഞ്ഞത് ഈ ബുക്കും കൂടി നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കാം, എന്നിട്ട് നന്നായിട്ട് അടുക്കി വെക്കാമെന്നൊക്കെ. അപ്പോൾ ഞാൻ ഓർത്തപ്പോഴത്തേക്കും ശരിയാണല്ലോ, നമുക്ക് താഴത്തെ പോർഷനും കൂടി എന്തുകൊണ്ട് ക്ലീൻ ചെയ്തുകൂടെ. അപ്പോൾ അവൾ എന്നെ ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കും ടൈം പാസ് ആവുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പിന്നെ അവൾ അതൊക്കെ ഞാനും മോളും കൂടി ഇരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്തൊക്കെ രാവിലെ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ തന്നെ വന്നിട്ട് സ്വയം വന്നിരുന്നിട്ട് കുറച്ച് നേരം എഴുതാമെന്ന് പറഞ്ഞിട്ട് അവൾ വന്നിരുന്ന് എഴുതുവാണ്. ആമിയെ സംബന്ധിച്ചിടത്തോളം നമ്മളങ്ങനെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അവളെ കൊച്ചിലെ തൊട്ടേ അങ്ങനെയാണ്, അവൾക്ക് സ്വയം തോന്നണം പഠിക്കണം എന്ന്, അപ്പോൾ മാത്രമാണ് വന്നിരുന്ന് പഠിക്കുകയുള്ളൂ. അല്ലാതെ ഞാൻ എത്ര വാശി കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാനും ഹസ്ബൻഡും ഒന്നും അങ്ങനെ ഒട്ടും വാശി കാണിക്കാറില്ല പഠിക്കുന്ന കാര്യത്തിൽ. അവൾക്ക് കംഫർട്ട് ആവുന്ന സമയത്ത് മാത്രം പഠിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ. LKG UKG ഒക്കെ ആയിരുന്നപ്പോഴത്തേക്കൊക്കെ ഒരു ബിലോ ആവറേജ് ആയിരുന്നു ആമി. പിന്നെ ആയപ്പോഴത്തേക്കാണ് കയറി വരാനായിട്ട് തുടങ്ങിയത്. ഞങ്ങൾ ഒരിക്കലും മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ അവളെ വഴക്ക് പറയാനോ അടിക്കാനോ ഒന്നും പോയിട്ടൊന്നുമില്ല. കുട്ടികൾക്ക് അവരുടേതായ ഒരു ടാലൻറ്റ് അവർ തന്നെ സ്വയം കണ്ടുപിടിച്ച് പുറത്ത് വരുന്ന ഒരു ടൈമുണ്ട്. എല്ലാത്തിനും ഫുൾ മാർക്ക് എടുത്ത് ഫസ്റ്റ് റാങ്ക് മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമാണോ? നമ്മളെയൊക്കെ പണ്ട് അങ്ങനെ ആയിരിക്കാം വളർത്തിയത്. പക്ഷേ എന്ന് കരുതി നമ്മുടെ മക്കളും അതുപോലെ കഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഷ്ടമാണല്ലേ. എനിക്കതിനോടൊന്നും താല്പര്യമില്ല. ഞാനും ഹസ്ബൻഡും അങ്ങനെ അവളെ അങ്ങോട്ട് പഠിക്കുന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യാറില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൾ തന്നെ സ്വയം പഠിക്കാറാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കും കൊണ്ട് അവൾ തന്നെത്താനെ എന്നെ വന്നിട്ട് കാർട്ടൂൺ കാണണമെന്ന് പറഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റൊക്കെയാണ് അവൾ കണ്ടത്. ഒരുപാട് നേരമൊന്നും കാണത്തില്ല കേട്ടോ. ആമിയുടെ ഈ ഒരു കാർട്ടൂൺ കാണൽ നിർത്താനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരു LKG UKG ഒക്കെ ആയിരുന്ന സമയം വരേക്കും എപ്പോഴും കാർട്ടൂൺ കാണണം, എപ്പോഴും ഈ ഫോണാണ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഞാൻ കുറേ വഴക്കൊക്കെ പറഞ്ഞ് 2 അടിയൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ അതിന് ശേഷം പിന്നീട് അവൾ ഫോൺ എടുത്തിട്ടേ ഇല്ല. അങ്ങനെ കാർട്ടൂൺ കാണണമെന്ന് വാശി പിടിച്ചിട്ട് ഒന്നുമില്ല കേട്ടോ. ചില കാര്യങ്ങൾ നമ്മൾ മക്കളെ സ്ട്രിക്റ്റായിട്ട് തന്നെ പഠിപ്പിച്ച്, അതായത് ചില ശീലങ്ങൾ മാറ്റേണ്ടി വരുമല്ലേ. അതിന് നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഇത് നമ്മൾ മക്കളെ അടിച്ചെന്നോ വഴക്ക് പറയുന്നോ നമ്മളങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മളെയൊക്കെ പണ്ട് അച്ഛനും അമ്മയൊക്കെ അടിച്ച് തന്നെയാണല്ലോ വളർത്തിയത്. അങ്ങനെ ചെറിയ 2 അടിയാണ് അന്ന് കൊടുത്തത്. പക്ഷേ അതിന് ശേഷം അവൾ അങ്ങനെ വാശി കാണിച്ചിട്ടില്ല. പിന്നെ അവൾ ഇങ്ങോട്ട് നമ്മൾ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും അവൾ ഇങ്ങോട്ട് പറയും വേണ്ടാന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ കണി വെച്ചതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന ഒരു മത്തനും അതുപോലെ തന്നെ പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു. നല്ല പച്ച പൈനാപ്പിളായിരുന്നു കേട്ടോ. അത് ഇന്നാണ് പഴുത്തത് നന്നായിട്ട്. അപ്പം ഞാൻ അതെടുത്ത് ഇന്ന് പുളിശ്ശേരി വെക്കാമെന്ന് കരുതി. അപ്പോൾ വെള്ളരിക്കയുടെ കുറച്ച് പോർഷൻ ഉണ്ടായിരുന്നു. വെള്ളരിക്കയും ഈ ഒരു പൈനാപ്പിളും കൂടി ഇട്ടിട്ടാണ് പുളിശ്ശേരി വെക്കുന്നത് കേട്ടോ. അപ്പോൾ പുളിശ്ശേരിയൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയാമെന്നറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ആ റെസിപ്പിയും കൂടി ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനിടയിൽ തന്നെ തൊട്ടടുത്ത വീട്ടിലെ അങ്കിളിൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു മുരിങ്ങ മരം നിൽപ്പുള്ളത്. അപ്പോൾ അത് 1-2 പേര് മുന്നെയൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ 1-2 പേര് എന്നോട് കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് തരാറില്ലേ, അവിടെ നിന്ന് മുരിങ്ങയ്ക്ക് ഒന്നും തരത്തില്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇന്ന് അതിൻ്റെ കൊമ്പ് ഇങ്ങനെ കുറേ കൊമ്പ് ഇങ്ങനെ മുറിച്ച് കളഞ്ഞു. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് കുറേ അധികം മുരിങ്ങയില ഞങ്ങൾക്ക് ഇങ്ങനെ തന്നായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അത് ക്ലീൻ ചെയ്യുന്നതിനിടയിൽ ആമിയും കൂടി വന്നിരുന്ന് അവൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവൾക്കും കൂടി ഒന്ന് റിലാക്സ് ആവുന്നെങ്കിലാവട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ എൻ്റെ ഒപ്പം വന്ന് കൂടിയതാണ്. അങ്ങനെ ഞാനും അവളും കൂടെ ചേർന്ന് ആ മുരിങ്ങയില മൊത്തം വൃത്തിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വലിയ ആൾക്കാർ ചെയ്യുന്ന, പ്രത്യേകിച്ച് അമ്മമാർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും പെൺകുട്ടികൾക്ക് ചെയ്യാനായിട്ട് താല്പര്യം. ഞാൻ പണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ എന്നെ ഓടിച്ചു വിടും കേട്ടോ. എന്നെ ഒന്നും ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല, എന്നോട് പോയിരുന്ന് പഠിക്കാനായിട്ട് പറയും. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അമ്മയെ സഹായിച്ചു കൊടുക്കണമെന്നൊക്കെ. പക്ഷേ അങ്ങനെ എന്നെക്കൊണ്ട് അധികം ജോലിയൊന്നും ചെയ്യിപ്പിക്കാറില്ലായിരുന്നു. പക്ഷേ പിന്നെ ആയപ്പോഴത്തേക്കും ഞാൻ തന്നെ കണ്ടറിഞ്ഞ് പല കാര്യങ്ങളും ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ എൻ്റെ ആമി ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഓരോന്നും പറയുമ്പോഴേക്കും എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഞാൻ ഓർക്കും, ഞാൻ അവളെ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തുവാണെങ്കിൽ അവൾക്ക് എന്തുമാത്രം അത് സങ്കടമാവും. അപ്പം ഞാൻ എൻ്റെ പഴയ കാര്യമൊക്കെ ഇരുന്ന് ആലോചിക്കും കേട്ടോ. അതുകൊണ്ട് അവളെ ഞാനൊന്നും അങ്ങനെ നോ പറയാറില്ല. പിന്നെ ഞാൻ എപ്പോഴും അവളുടെ കൂടെ കാണും. എല്ലാം അവൾ എന്ത് ചെയ്താലും കൂടെ നടന്ന് ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഒരുപാട് അപകടമുള്ള കാര്യങ്ങളൊന്നും അവളെ കൊണ്ട് ചെയ്യിക്കാറൊന്നുമില്ല. വരുന്ന മെയ്യിൽ ആമിക്ക് 7 വയസ്സാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി വലിയ കുട്ടിയായല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ മക്കളെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ച് ആൺകുട്ടികളെ കൊണ്ട്. നമ്മുടെ വീട്ടിലെ മക്കൾ ചെറിയ പണികൾ എടുക്കുന്നത് കൊണ്ട് നമ്മൾ വഴക്കൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതും അവർ കൊച്ചിലേ തൊട്ടേ ശീലിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇത് കുറച്ചും കൂടിയൊക്കെ വലുതാകുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർ മാറി താമസിക്കേണ്ടി വരും, അല്ലെങ്കിൽ പുറത്ത് പോയി പഠിക്കേണ്ടി വരും. അന്ന് ഒന്നും അറിയത്തില്ല, എൻ്റെ മക്കൾക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളും വിഷമിക്കാൻ പാടില്ല, അവരും വിഷമിക്കാനായിട്ട് പാടില്ല. അതിന് വേണ്ടുന്നൊരു ചെറിയൊരു ട്രെയിനിങ് വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് മക്കൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ നമ്മളെപ്പോഴും നോ പറയാതെ അവരുടെ പുറകിൽ ഒരു കണ്ണ് നമുക്കുണ്ടായിരുന്നാൽ മാത്രം മതി കേട്ടോ. അവരെയും കൂടി എല്ലാം ചെയ്യാനായിട്ടൊന്ന് അനുവദിക്കുക. ഒരുപാട് ഇങ്ങനെ അപകടം പിടിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കേണ്ട. ചെറിയ ജോലികളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. നിങ്ങളുടെ മക്കളൊക്കെ ഇങ്ങനെ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ടോ, ഇതുപോലെ ആവശ്യപ്പെടാറുണ്ടോ എന്നൊക്കെ. എപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനെ മൊബൈൽ ഫോണൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ TV ഒക്കെ കൊടുത്തിട്ട് 24 മണിക്കൂർ ഇങ്ങനെ ഈ സ്ക്രീൻ ടൈം മാത്രം കൊടുത്തിട്ടിരുന്നാൽ അവർ പിന്നെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാനായിട്ട് തോന്നത്തില്ല കേട്ടോ. നമ്മൾ പാരൻസ് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ മുൻകൈ എടുക്കേണ്ടത്. നമ്മൾ നമ്മളെ മക്കളെ എത്രത്തോളം ശ്രദ്ധിക്കുന്നു അത്രത്തോളം അവർ നമ്മളുമായിട്ട് അറ്റാച്ച്ഡ് ആവും. പിന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുമായിട്ടുള്ളൊരു ബോണ്ടിങ്ങും കൂടെ കൂടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പാരൻസുമായിട്ടുള്ളൊരു ബോണ്ടിങ്. പിന്നെ ആമിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒറ്റ കുട്ടി ആയതുകൊണ്ട് ഇതൊക്കെ നടക്കും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയതുകൊണ്ട് ഇതൊക്കെ നടക്കും, കൂട്ടുകുടുംബത്തിലാണെങ്കിൽ നടക്കത്തില്ല എന്നൊക്കെ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്ന പോലൊന്നും ഈ ലോകത്ത് ആരും നമ്മുടെ മക്കളെ ശ്രദ്ധിക്കില്ല എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകുടുംബത്തിലാണെങ്കിലും അല്ലാത്ത കുടുംബത്തിലാണെങ്കിലും ഒക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുക തന്നെ വേണം. നമ്മൾ തന്നെ സ്വയം സമയം കണ്ടെത്തുക, അവരോടൊപ്പം ചേർന്ന് അവരിൽ ഒരാളായി മാറി അവരുടെ സുഹൃത്തായി മാറുക. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. നമ്മുടെ മക്കൾക്ക് എന്ത് പ്രശ്നം വന്നാലും അല്ലെങ്കിൽ എന്ത് സങ്കടം വന്നാലും അവർ ഓടിപ്പോയി പറയാനായിട്ട് അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ കൂടെ ഉണ്ട് എന്നുള്ളൊരു ധൈര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ തന്നെയാണ് നമ്മൾ അച്ഛനും അമ്മയ്ക്കും മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ. അല്ലാതെ വലിയ വിലപിടിപ്പുള്ള കുറേ കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുക്കുകയും കുറേ അവരാവശ്യപ്പെടുന്നതെല്ലാം കടം വാങ്ങി മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നേക്കാളും വലുത് നമ്മൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ഇതാണ് അവരുടെ കുട്ടിക്കാലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓർമ്മ എന്ന് പറയുന്നത്. അവർ വളർന്ന് വലുതാകുമ്പോഴത്തേക്ക് ഒരിക്കലും പറയാൻ പാടില്ല എൻ്റെ അച്ഛനും അമ്മയും എന്നെ നോക്കിയില്ല, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ കേൾക്കാനോ സങ്കടങ്ങൾ കേൾക്കാനോ അമ്മയോ അച്ഛനോ കൂടെ ഇല്ലായിരുന്നു എന്നൊന്നും ഒരിക്കലും പറയാനുള്ളൊരു ഇട നമ്മളായിട്ട് വരുത്തരുത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛൻ എപ്പോഴും പറയും, പാരൻറ്റിങ് എന്ന് പറയുന്നത് കുറച്ച് പാടുള്ളൊരു കാര്യമാണ്. അച്ഛനും അമ്മയും ഒരുപാട് സ്ട്രഗിൾ ചെയ്താൽ മാത്രമാണ് ഒരു കുട്ടിയെ നന്നായി വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ എന്ന്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ആമിയുടെ പുറകെ ഒരു കണ്ണെപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മൾ പുളിശ്ശേരിയൊക്കെ വെച്ചു ചോറൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയില തോരനും പുളിശ്ശേരിയും തലേ ദിവസത്തെ നെത്തോലി മീൻ തോരനും ഒക്കെ ഉണ്ടായിരുന്നു. നെത്തോലി പീര ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ചോറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിപ്പോൾ കുറച്ച് നാളായിട്ട് തറയിലിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അതിന് റീസൺ എന്ന് പറയുന്നത് മെയിനായിട്ട് ചൂട് തന്നെയാണ് കേട്ടോ കാരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഹസ്ബൻഡിന് ഇന്ന് ഓഫീസ് ഡ്യൂട്ടി ഉള്ള ദിവസം ആയതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഇവൾ വന്നിട്ട് അവൾക്കും കൂടി ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഒരു ചെറിയൊരു ഉണ്ട അവൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് മാവ് അവൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ അവൾ ഒരു ചപ്പാത്തിയൊക്കെ ഇങ്ങനെ പരത്തിയെടുത്തു. ഞാനത് അവൾക്ക് ചുട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഇപ്പോൾ ഇവിടെ വന്നിരുന്നിട്ടാണ് അവൾ എഴുതലും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ കളിക്കാനും ഒക്കെ ഇവിടെയൊക്കെയാണ് വന്നിരിക്കുന്നത്. കാരണം ഭയങ്കര ചൂടാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ബാമ്പു ചെയർ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ഞങ്ങളിട്ട് ഇരിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ആമിയാണ് ഇപ്പോൾ ഇവിടെ കോലം വരയ്ക്കുന്നത്. അപ്പോൾ എന്നോട് വെക്കേഷൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൾ കോലം വരയ്ക്കും, അമ്മ ഇനി വരയ്ക്കണ്ട. അപ്പോൾ അവൾക്ക് ഡ്രോയിങ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും ഓർത്തു അവൾക്ക് അങ്ങനെയെങ്കിലും ടൈം പാസ് ആവുന്നെങ്കിൽ ആവട്ടെ എന്ന്. പിന്നെ കുട്ടികളെ ഞാൻ പറഞ്ഞില്ലേ എന്ത് പറഞ്ഞാലും നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവർക്ക് പിന്നെ ഒരു ചെറിയൊരു വാശിയൊക്കെ ആവും. പിന്നെ അവരൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പം ഞാൻ അവളോട് പറഞ്ഞു
ആമിക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ വരച്ചോളാനായിട്ട്. അപ്പോൾ ആദ്യമേ അവൾക്ക് മാവ് എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കാനുള്ളതൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു കംഫർട്ട് അവൾക്ക് ഇല്ലായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവളുടേതായ രീതിയിൽ അവളൊരു ചെറിയൊരു പൂവൊക്കെ വരച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കളറൊക്കെ ചെയ്തു. അങ്ങനെ ഈ കോലമൊക്കെ വരച്ചതിന് ശേഷം എന്നെ കാണിച്ചിട്ട് എന്നോട് ചോദിച്ചു എങ്ങനെ ഉണ്ട് അമ്മ, വീഡിയോ എടുക്കണം, എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം, ആൻറ്റിമാർക്കൊക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ ഇത് പിന്നെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുമ്പോഴുണ്ടല്ലോ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ടാലൻറ്റും കൂടി വളരും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ മക്കൾ നമ്മളെ മറച്ചു വെച്ചിട്ട് ഒരു കാര്യവും ചെയ്യത്തില്ല. നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നുള്ളൊരു ബോധം അവർക്കും ഉണ്ടാവും. നമ്മൾ അങ്ങനെ തന്നെ വേണം കേട്ടോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് അവൾ എന്ത് ചെയ്താലും ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് നോ പറയാനായിട്ട് പോകത്തില്ല. അപകടം പിടിച്ച കാര്യങ്ങളൊന്നും നമ്മൾ പറയാറുമില്ല. അപ്പോൾ അങ്ങനെ കോലമൊക്കെ ഒന്ന് വരച്ച് നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആമിക്കുട്ടിയാണ് ഇവിടുത്തെ കോലം വരയ്ക്കുന്ന ആൾ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ പോലും ഇതുവരെയും കോലം നേരെ വരയ്ക്കാനായിട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും ചെറിയ പ്രായത്തിൽ അവൾ അതും ഫസ്റ്റ് ടൈം വരച്ചപ്പോൾ അത്യാവശ്യം അവളുടെ ഏജിനനുസരിച്ച് നോക്കുവാണെങ്കിൽ നല്ല പെർഫെക്ഷനോട് തന്നെയാണ് കേട്ടോ വരച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയത്. കൊച്ചു കുട്ടിയല്ലേ, അപ്പോൾ അവളുടെ കുഞ്ഞ് കൈകൾ കൊണ്ട് അവൾ മനോഹരമായിട്ട് അത് വരച്ചല്ലോ. അപ്പോൾ അത്രയും കോൺസെൻട്രേഷനോട് കൂടിയാണ് അവളത് ചെയ്യുന്നുണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്നെ തന്നെയാണ് കേട്ടോ ഓർമ്മ വന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.